വാതംകൊല്ലി എന്ന് അറിയപ്പെടുന്ന വിശേഷപ്പെട്ട ഒരു സസ്യം ആണിത്. ഇതിൻ്റെ ഇലകളുടെ തണ്ട് ഭാഗം തൊട്ട് ഇതിൻ്റെ തണ്ടുകളും കവരങ്ങളും അതുപോലെ കറുത്ത നിറം അല്ലെങ്കിൽ ഇളം കറുത്ത നിറമായിട്ടാണ് ഇവയെ കാണുന്നത്. എല്ലാ പറമ്പുകളിലും ധാരാളമായി ഉണ്ടാകുന്നതാണ് ഈ സസ്യം. ഇതിൻ്റെ കടുവിഭാഗം എന്ന് പറഞ്ഞാൽ വാതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഔഷധമാണ്. അതുകൊണ്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് വാതം കൊല്ലി എന്നാണ് അറിയപ്പെടുന്നത്. വാതത്തെ നിശ്ശേഷമായി കൊന്നുകളയും. മുട്ടുകളിൽ വേദനയുള്ള ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 4-5 അല്ലെങ്കിൽ ഒരു പിടി ഇലയെടുത്ത് നല്ലതുപോലെ വടുക അരച്ചതിന് ശേഷം ഈ ഇല അരച്ച കുഴമ്പ് രൂപത്തിലാക്കി മുട്ടിൻ്റെയോ സന്ധി വേദനയുള്ള ഭാഗങ്ങളിലോ അമർത്തി തേക്കുകയും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊണ്ട് നിരത്തി ചെത്തിയതിന് ശേഷം അത് തുണി കൊണ്ട് പൊത്തി ചട്ടിയിലോ സോസ്പാനിലോ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ മരുന്ന് വെച്ച് കെട്ടിയ ഭാഗത്ത്, അതായത് മരുന്ന് തേച്ച് പിടിപ്പിച്ച സ്ഥലത്ത് ചൂടാക്കി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഭാഗത്തായാലും വേദന പെട്ടെന്ന് തന്നെ ശമിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അസഹ്യമായ പനി, ചുമ, അതുപോലെ ജലദോഷപ്പനി ഇവയ്ക്കൊക്കെ ഇതിൻ്റെ കൂടെ ഒരു 5-6 ചെറിയ ചുമന്നുള്ളിയും ഈ വാതംകൊല്ലി എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ ഒരു പിടി ഇലയും കൂടി എടുത്ത് നല്ലതുപോലെ അതിനോടൊപ്പം ഒരു കഴഞ്ച് അല്ലെങ്കിൽ അരക്കഴഞ്ച് ചുക്കും ഒരു 10 നണി കുരുമുളകും കൂടെ ചേർത്ത് കരിപ്പോട്ടി വെച്ച് കഷായമിട്ട് കുടിച്ചു കഴിഞ്ഞാൽ, പനി കഷായമായിട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിശേഷമായ പനി, ചുമ ഒക്കെ മാറുന്നതാണ്. ഇതിൻ്റെ മൂടിന് ഒരു പ്രത്യേകതയുണ്ട്. ധാരാളമായി ചില സ്ഥലങ്ങളിൽ പിടിക്കും. മഴക്കാലത്ത് ഇവയെ പിഴുതെവിടെങ്കിലും കൊണ്ട് കളഞ്ഞാൽ അതിൻ്റെ കവരം കിടക്കുന്ന ഭൂമിയിൽ സ്പർശിക്കുന്ന ഭാഗത്ത് വേരിറങ്ങി പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എന്ന് വിചാരിച്ച് ദൈവത്തെ ഓർത്ത് ആരും ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ഔഷധത്തെ നശിപ്പിച്ച് കളയരുത്. ഇതിപ്പം പല സ്ഥലങ്ങളിലും അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത്. അതുപോലെ ഇതുപോലുള്ള വിശേഷപ്പെട്ട ഔഷധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നാം ഓരോരുത്തരും കടപ്പെട്ടവരും ബാധ്യതയുള്ളവരുമാണ്. അതുകൊണ്ട്